ആഴവും ആ സ്നേഹവും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് മുദ്രാവാക്യം വിളിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ് ആ വാക്കുകൾ മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. അതാണ് യഥാർത്ഥ മതവിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും മതം നമ്മുടെ രാജ്യത്ത് വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പകയുടെയോ വാക്കുകളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു മതവും നമ്മളത് പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും മതങ്ങളുടെ സാരാംശം എന്താണ്? മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കും, അല്ലെ? വ്യത്യസ്തമായ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മതവിശ്വാസിയായി ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മതനാമധാരി എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ സഹോദരന്മാർ എന്ത് തെറ്റാണ് ചെയ്തത്? നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ യേശുക്രിസ്തുവിന്റെ അനുയായിയായി ഈ രണ്ട് സഹോദരിമാർ, ദൈവത്തിൽ അർപ്പിതമായി ജീവിതം മുന്നോട്ട് പോകുന്ന ആ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ, ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചില്ലേ, അനാഥരെയും അനാഥ കുട്ടികളെയും പ്രായം ചെന്നവരെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന ആ കന്യാസ്ത്രീ സമൂഹം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക. യേശുക്രിസ്തു നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയായി ക്രിസ്ത്യാനിയെ സ്നേഹിപ്പിക്കാനല്ല പഠിപ്പിച്ചത്, അല്ലെ? നിന്റെ അയൽവാസി. അപ്പൊ മനുഷ്യനെ, അച്ഛൻ പറഞ്ഞില്ലേ, ആദ്യം നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ അതന്നെ യേശുക്രിസ്തു പറഞ്ഞത്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് പറയായിരുന്നു, നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയായ ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ പറയാമായിരുന്നു. ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ആ അനുയായികളായ ദൈവത്തിൽ അർപ്പിതമായ ജീവിതം മുന്നോട്ട് പോകുന്ന ആ സഹോദരിമാർക്ക് ഒരിക്കലും വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ചിന്താഗതിയോ ഉള്ള ഒരു തെറ്റായ ചിന്താഗതിയും മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ എന്താണ് ചെയ്തത്? പാവപ്പെട്ടവനെയും സാധാരണക്കാരെയും, അത് ജാതിക്കും മതത്തിനപ്പുറം ആ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു. ഞാൻ പലപ്പോഴും ഈ കന്യാസ്ത്രീമാര് അല്ലെങ്കിൽ വൈദികർ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചില മഠങ്ങളുടെയൊക്കെ ചേർന്ന് തന്നെ അനാഥാലയങ്ങൾ, അല്ലെ, പ്രായം ചെന്നവരെ ശുശ്രൂഷിക്കുന്ന. ഇപ്പൊ ആലുവയിൽ തന്നെ എത്രയോ ചുണങ്ങബലി, അങ്ങനെ ഒത്തിരി കരിയാൾ, അങ്ങനെ ഒത്തിരി സ്ഥലത്തുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അവരെന്താ ചെയ്യുന്നത്? ഈ പാവപ്പെട്ട സഹോദരിമാരെ അവരെ ആരും നോക്കാൻ അവരെ കുളിപ്പിക്കുന്നു, അവരെ രോഗം ചികിത്സിക്കുന്നു, അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്നവരായി അവരെയാണ് ഈ തുറങ്കിൽ അടച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? നമുക്കറിയാം, ഇവിടുന്ന് റോജിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MLA നമ്മുടെ നാട്ടിൽ നിന്നും അവിടെ ഛത്തീസ്ഗഡിൽ പോയിട്ട് ഞാൻ റോജിയെ വിളിച്ചു വിശേഷങ്ങൾ അറിയാൻ. റോജി പറഞ്ഞു, അവിടെ ജയിലിൽ പോയി ഇവർ രണ്ടുപേരെയും കണ്ടു. ഈ രണ്ടുപേരെയും കണ്ടപ്പോൾ അവർ വലിയ പ്രയാസത്തിലാണ് അവരുമായി സംസാരിച്ചത്. എന്താണെന്നറിയാമോ? പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തി. അവിടെ ഈ പറഞ്ഞ ബജരംഗദൾ പ്രവർത്തകർ അവരൊരു വളരെ മോശമായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ മോശമായി പെരുമാറി സംസാരിച്ചു എന്നാണ് അവരോട് വളരെ സങ്കടത്തോടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവര്, ഈ രാജ്യം എങ്ങാടാണ് പോകുന്നത്? ഈ രാജ്യം ഇങ്ങനെ പോയാൽ മതിയോ? ഈ രാജ്യം ഇങ്ങനെ പോയാൽ ശരിയാവോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജനാധിപത്യവും മതേതരത്വ രാജ്യമല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് എല്ലാ മതങ്ങളിൽ വിശ്വസിക്കാനും എല്ലാ മതങ്ങളിൽ പ്രവർത്തിക്കാനും ആ മത ആശയങ്ങൾ പ്രചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ രാജ്യത്ത്, ഒരു സംശയവുമില്ല. അതാണ് ജനാധിപത്യ മതേതരത്വ രാജ്യം. ആ ഭരണഘടനയാണ് എന്നെയും നിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിഷേധിക്കാൻ പോലെയുള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്, നമ്മൾ വേദനിപ്പിക്കുന്ന സംഭവം നടക്കുന്നത്. ആ പാവപ്പെട്ട രണ്ട് സഹോദരന്മാരെ കള്ളക്കേസിൽപ്പെടുത്തിയാണ് തുറങ്കിൽ അടച്ചത്. അപ്പൊ ഭരണാധികാരി കേന്ദ്രമന്ത്രി ഒരാളോട് ചോദിച്ചു, പത്രക്കാർ ഇന്നലെ ചോദിച്ചു, അയ്യോ കോടതിയിൽ ഇരിക്കരുത്, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെല്ലാം അറിഞ്ഞതല്ലേ? ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ മതപരിവർത്തനത്തിന് പോയതല്ല എന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പറയാമായിരുന്നില്ലേ? ഈ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ ഉദ്യോഗസ്ഥ അവരെ പറയാമായിരുന്നല്ലോ, അവർ തെറ്റ് ചെയ്തവരല്ല,
അവരെ ആ തുറങ്കിലടക്കാൻ പാടില്ല, അവരെ കേസെടുക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞ ആളുകൾക്ക്, ഈ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആ സമയത്ത് ഇടപെടാൻ പറ്റിയില്ല? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പ്രതിഷേധം നമുക്ക് മുന്നോട്ട് പോകും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഒന്നാണ്. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും സിഖായാലും പാർസിയായാലും എല്ലാവരും നമ്മൾ ഒന്നാണ്. നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതിൻ്റെ ഇടയിൽ പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചതുപോലെ, പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം എങ്ങനെ ഇന്ത്യ ഭരിച്ച് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും പാർസിയെയും എല്ലാവരും വിഭജിച്ചാണ് ഭരിച്ചത്. അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. നമ്മളിവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച് മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വൈദിക ശ്രേഷ്ഠരെയായാലും പറയുമ്പോൾ ഒത്തിരി കാര്യം, ഇവിടെ അച്ഛൻ അവിടെ ജോലി ചെയ്ത് അച്ഛനോട് ഇരിപ്പണമെന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ, പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെയുള്ള പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ അല്ല ആ സഹോദരിമാരെ പോലുള്ള ആളുകളെ, വൈദിക ശ്രേഷ്ഠരെ, അതുപോലെ തന്നെ കന്യാസ്ത്രീമാരെ ഇങ്ങനെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഉപദ്രവിക്കുവാൻ, കള്ളക്കേസെടുത്ത് തുറങ്കിലെടുക്കുവാൻ ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചുകൂടാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തായാലും നിങ്ങൾ നടത്തിയ ഈ ഇവിടെയുള്ള ഇടവകയിലെ ഓരോ അംഗങ്ങൾ നടത്തിയ ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.